ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. നമ്മളുടെ രാജ്യം എനർജിയുടെ കാര്യത്തിൽ, ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ നമ്മളുടെ ഉപഭോഗത്തിന് നല്ലൊരു ശതമാനവും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് എന്നുള്ളൊരു നമുക്കെല്ലാവർക്കും അറിയാം. ഏകദേശം 80% അല്ലെങ്കിൽ 80%-ത്തിന് മുകളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ക്രൂഡ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ആ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആഗോള വിപണിയും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തിൻ്റെ സ്വന്തമായി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ 1990 32 മില്യൺ മെട്രിക് ടൺസ് ആയിരുന്നു. ഇപ്പോൾ 29.4 മില്യൺ മെട്രിക് ടൺസിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2024 വരെയുള്ള കണക്കാണ്. അതേസമയം 74 മില്യൺ മെട്രിക് ടൺസ് നമ്മൾ 90 ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് 232 മില്യൺ മെട്രിക് ടണ്ണ് 2024 ആയപ്പോഴത്തേക്ക് കൂടിയിട്ടുണ്ട്. 24-25 വരെയുള്ള കണക്കാണ്. എന്നുവെച്ചാൽ നമ്മൾ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ കുറയുകയും ക്രൂഡ് ഓയിലിൻ്റെ ഇമ്പോർട്ട് ഗണ്യമായി കൂടുകയും ചെയ്തു. കാരണം അത് തീർച്ചയായിട്ടും സംഭവിക്കില്ല. കാരണം നമുക്കറിയാം, രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ കൂടുകയും ജനസംഖ്യ കൂടുകയും സാമ്പത്തികമായി നമ്മൾ വളരുന്നതൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും കൺസംഷൻ്റെ കാര്യത്തിലും നമുക്ക് ഒരു വർധന ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. ഈ 200 ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ഒരു വിഷയം അതല്ല, നമ്മൾ ബംഗാളിലേക്കാണ് നടന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് അവിടുന്ന് പോയതിന് ശേഷം, അല്ലെങ്കിൽ പോയതോടുകൂടി സംസ്ഥാനത്ത് പല തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രദേശത്ത് നമുക്ക് വലിയ രീതിയിലുള്ള ക്രൂഡിൻ്റെ റിസർവ് ഡിപ്പോസിറ്റ് ഉണ്ടായിട്ടും മമതാ ബാനർജിയുടെ സമയത്ത് അതൊന്നും ശരിയായ രീതിയിൽ കുഴിച്ചെടുക്കാനോ എക്സ്പ്ലോർ ചെയ്യാനോ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് അവിടുത്തെ ഈ പിന്നെ കൊൽക്കത്ത നഗരത്തിന് 48 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ് നോർത്ത് പർഗനാസ് ജില്ല. അവിടുത്തെ അശോക് നഗർ മേഖലയിലാണ് ഈ പറഞ്ഞ പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. അതായത് ഈ സ്ഥലത്ത് 8 വർഷം മുമ്പ് എണ്ണ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമുക്കറിയാം, മമതാ ബാനർജി കൊടികുത്തി വാഴുന്ന ഒരു സമയമായിരുന്നു. എന്തുകൊണ്ട് മമതാ ബാനർജി ഇതിനോട് വിമുഖത പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ അത് സമ്മതിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങൾ വൻതോതിൽ കുടിയേറി വന്ന ബംഗ്ലാദേശികളുടെയൊക്കെ സ്ഥലമായിരുന്നു. അപ്പോൾ അവരെ അവിടുന്ന് തീർച്ചയായിട്ടും കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്നൊക്കെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സമ്മർദ്ദങ്ങളും ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് മമത ഇതൊന്നും അനുവാദം കൊടുക്കാഞ്ഞതും, അല്ലെങ്കിൽ ഇതിനോട് മുഖം തിരിച്ചെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം മമത ബംഗാളിൽ നിന്നും ഔട്ടായി. ഇപ്പോൾ പുതിയ ഭരണം അവിടെ വന്നിരിക്കുകയാണ്. BJP സർക്കാർ അവിടെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരിപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് വീണ്ടും വളരെ, എന്താണ് പറയുന്നത്, കാര്യമായിട്ട് ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ആഗോളതലത്തിൽ നമുക്ക് ചെറിയൊരു സംഘർഷം ഉണ്ടായാൽ പോലും നമ്മുടെ ക്രൂഡ് ഓയിൽ വിപണിയെ ഇന്ത്യക്ക് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. നമ്മൾ ഏകദേശം 80%-ത്തിന് മുകളിൽ നമ്മുടെ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ എണ്ണയുമായി ബന്ധപ്പെട്ട ഏത് പ്രദേശത്തും യുദ്ധവും അല്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യയെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിൽ ഖനനം അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ ഇല്ല, നടക്കുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മളുടെ കൺസംഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ, എന്താ പറയുന്നത്, കുറവാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രാജ്യത്ത് അങ്ങും ഇങ്ങുമൊക്കെ ഈ പറഞ്ഞ ഓയിലിൻ്റെ സാന്നിധ്യം കാണുകയും ഇതുപോലുള്ള എക്സ്പ്ലോറേഷൻ ഒക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ കാലയളവിൽ 90 മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിൻ്റെ രാജ്യത്തെ ഉൽപ്പാദനം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ആദ്യം കാണിച്ച റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 2018 ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ, നമ്മളുടെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ONGC പറഞ്ഞ അശോക് നഗറിൽ നമ്മുടെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എണ്ണയുടെയും വാതകത്തിൻ്റെയും, അതായത് ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും ശേഖരം കണ്ടെത്തിയത്. അതായത് പശ്ചിമ ബംഗാളിലെയും അതുപോലെ തന്നെ കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണവാതക ഉൽപ്പാദന മേഖല എന്ന പ്രത്യേകതയുണ്ട്. ഈ പ്രദേശത്തുള്ള ആദ്യത്തെ ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഈ ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ റിസർവ് ഉള്ള അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ഉള്ള ഒരു മേഖലയും കൂടാണ്. 2020
അന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പെട്രോളിയം മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാന് ഈ പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുക. അത് ഇന്ത്യയുടെ പിന്നെ ഈ ബംഗാൾ ബേസിനെ എട്ടാമത്തെ എണ്ണവാതക ഉൽപ്പാദന മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കാര്യമായിട്ട് അവിടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. മമതയുടെ ഭരണം അവിടെ നിലനിന്നതുകൊണ്ടും മമത അതിന് സമ്മതിക്കാത്തതുകൊണ്ടും ഒക്കെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനും അങ്ങനെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ചില പൊളിറ്റിക്കൽ എന്താണ് പറയുന്നത് കോംപ്രമൈസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പക്ഷേ ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെ പിടിവാശിക്ക് കേന്ദ്രം അന്നേരം ഒരു അയവ് കാണിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടുത്തെ എണ്ണ പരീക്ഷണാടിസ്ഥാനത്തിൽ IOCയുടെ ഹാൽദിയ റിഫൈനറിയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ ഹിസ്റ്ററിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു 240 മില്യൺ ബാരൽ എണ്ണ അവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷനിൽ വലിയൊരു സംഭാവന ചെയ്യുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. 240 മില്യൺ ബാരലധികം എണ്ണ ശേഖരം അവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എണ്ണ ശേഖരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് എക്സ്പ്ലോർ ചെയ്ത് ഭൂമിക്കടിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും നമുക്ക് നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കാരണം ടെക്നോളജി ഒക്കെ അതിൽ വളരെ കാര്യമായിട്ട് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റയ്ക്ക് സാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ഗ്ലോബൽ ജയൻസ് ആയിട്ടുള്ള മറ്റ് അമേരിക്ക, ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഫ്രാൻസ് ഇതുപോലുള്ള കമ്പനികളൊക്കെ തന്നെ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വമ്പൻ കമ്പനികളായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തൊക്കെ തന്നെ പല പ്രോജക്റ്റുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് നിന്ന് എണ്ണ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിൽ വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ നമുക്ക് ചുവടുവയ്പ് ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഏകദേശം ഒരു ദിവസം പ്രതിദിനം 1 ലക്ഷം ഘനമീറ്റർ പ്രകൃതിവാതകം, മെട്രിക് ടൺ പ്രകൃതിവാതകവും അതുപോലെ 15 മുതൽ 18 ഘനമീറ്റർ വരെ എണ്ണയും ഉൽപ്പാദിപ്പിക്കുമെന്നുള്ള കണക്കുണ്ട് ഇതിനകത്ത്. അങ്ങനെയുള്ളൊരു ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ട്. ഏകദേശം 45,000 കോടി രൂപയുടെ ഉൽപ്പാദന മൂല്യമാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ 45,000 കോടി രൂപയുടെ പ്രൊഡക്ഷൻ വാല്യൂ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിന് മാത്രം ഇതിൻ്റെ റോയൽറ്റി 4,500 കോടി രൂപ ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു തുകയൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് മമതാ ബാനർജി ഈ പ്രോജക്റ്റിനെ എതിർപ്പ് പ്രകടിപ്പിച്ചതും ഇതിനെ സമ്മതിക്കാനും ഒക്കെ തന്നെ. കാരണം എല്ലാ സംസ്ഥാനങ്ങൾക്കായാലും ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പാകിസ്ഥാൻ്റെ കാര്യം പറഞ്ഞു. ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ പൈപ്പ് ലൈന് വേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന ശ്രമങ്ങളൊക്കെ തന്നെ. അപ്പോൾ ആ പൈപ്പ് ലൈനൊക്കെ സാക്ഷാത്കരിക്കപ്പെട്ടിരുന്നെങ്കിൽ പാകിസ്ഥാന് ഗ്യാസും ലഭിച്ചേനെയും അതിൻ്റെ ട്രാൻസിറ്റ് ഫീസ് എന്ന് പറയുന്ന റോയൽറ്റി ഒക്കെ തന്നെ ലഭിച്ചേനെ. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്സിൻ്റെ സമ്മർദ്ദത്തിൻ്റെയും അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ അമേരിക്കയ്ക്ക് പിന്നെ എന്താണ് പറയുന്നത് വിടുതല ചെയ്യാൻ വേണ്ടിയുള്ള ഭരണ സംവിധാനമൊക്കെ തന്നെ ആ പ്രോജക്റ്റിനെ അട്ടിമറിക്കുകയാണ് ഉണ്ടായതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം കിട്ടുന്ന പൈസ ഇത്രയും 4,500 കോടി രൂപ റോയൽറ്റി കിട്ടുമെന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച്, സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ അതിനെയൊക്കെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ക്ഷേമ പരിപാടികൾ, കാരണം മമതാ ബാനർജി അവിടെ എന്താണ് ചെയ്തതെന്നും ഏത് തരത്തിലുള്ള പൊളിറ്റിക്സാണ് തുടർന്നുകൊണ്ട് പോയെന്നൊക്കെ നമ്മൾ കണ്ടാണ്. അതിനിപ്പോൾ ഒരു വിരാമം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ ബംഗാളിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വവും ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതാണല്ലോ. അപ്പോൾ അത് മാറിയത് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും ഇനിയും അങ്ങനെയുള്ളൊരു ഭരണ സംവിധാനങ്ങളൊന്നും ബംഗാളിൽ ഉണ്ടാകാതിരിക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ദുഷിച്ച അതിൻ്റെ ഫലങ്ങൾ ജനങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 10-15 വർഷം മമതാ ബാനർജി വന്ന് ദുർഭരണം നടത്തി ആ സംസ്ഥാനത്തെ ഈ പരുവത്തിലാക്കി. ഇനിയിപ്പോൾ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയും അവർ രൂപം കൊണ്ടുള്ളൊരു സർക്കാരും അധികാരത്തിൽ വന്നിട്ടുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനു മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളെ പോലും അവരുടെ ഭരണം പോലും ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ 4,500 കോടി രൂപ റോയൽറ്റി ഇനത്തിൽ കിട്ടുന്ന ആ ഒരു വരുമാന സ്രോതസ്സിനെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് അത് വേണ്ടതെന്ന് മമതാ ബാനർജിയുടെ അന്നത്തെ സർക്കാർ കേന്ദ്രത്തിനെതിരെ അത് വിമുഖത പ്രകടിപ്പിക്കുകയും അതിൻ്റെ പിന്നിൽ വെറും പൊളിറ്റിക്സ് മാത്രമായിരുന്നു, തറ പൊളിറ്റിക്സ് മാത്രമായിരുന്നു. കൊടിയേറി
അനധികൃതമായിട്ട് കുടിയേറി വന്നിട്ടുള്ള ആ വലിയ പോപ്പുലേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ടി നിലപാട് പിന്നെ ഉറപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെയോ ഉന്നമനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയോ അല്ല അവരുടെ ആ ഒരു നിലപാടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടുന്ന് കണ്ടെത്തിയത് ലൈറ്റ് ക്രൂഡ് എണ്ണയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയുടെ പ്രമുഖ എണ്ണ സ്രോതസ് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നുണ്ട്, ബോംബെ ഹൈ. അപ്പോൾ ഈ പറഞ്ഞ ബോംബെ ഹൈ, അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബെഞ്ച് മാർക്കായ ബ്രന്റ് ക്രൂഡ്, ഇവയുടെയൊക്കെ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഗുണമേന്മയാണ് ഇവിടുന്ന് ലഭിച്ച എണ്ണയ്ക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ലൈറ്റ് ക്രൂഡ് വിഭാഗത്തിലുള്ള എണ്ണ ശുദ്ധീകരിക്കാനുള്ള, റിഫൈൻ ചെയ്യാനുള്ള ചെലവ് പൊതുവെ കുറവാണെന്നുള്ളത് ഇതിൻ്റെ വാണിജ്യ സാധ്യതയെ, അതായത് കൊമേഴ്സ്യൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. വിൽക്കാൻ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ വിൽക്കാനുള്ള സാധ്യത എന്ന് വെച്ചാൽ കുറഞ്ഞ ചിലവിൽ ഇത് റിഫൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഒക്കെ തന്നെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ അതിൻ്റെ വാണിജ്യ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് തുരങ്കം വെച്ചത് നമുക്കറിയാം, മമതാ ബാനർജിയുടെ സർക്കാർ തന്നെയാണ്. 2018 ഈ എണ്ണ കണ്ടെത്തിയത്. അപ്പോൾ അത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം ആരംഭിക്കുന്ന വർഷങ്ങളോളം വൈകുന്നു. ഇപ്പോൾ 8 വർഷമായല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് നമുക്കറിയാം, കേന്ദ്രവും മമതാ ബാനർജിയുടെ സംസ്ഥാന സർക്കാരും തമ്മിൽ എന്നും വടംവലിയായിരുന്നു, ടഗ് ഓഫ് വാർ ആയിരുന്നു, അടിപിടി ബഹളം, തർക്കങ്ങൾ. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ അനധികൃതമായിട്ട് ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള മൈഗ്രൻസിൻ്റെ കുടിയേറി വന്നുള്ള പ്രതിഷേധങ്ങൾ. അപ്പോൾ ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഏരിയയിലൊക്കെ തന്നെ അവരുടെ കുടിയേറ്റം അല്ലെങ്കിൽ അവരുടെ താമസമായിരിക്കും ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെയൊക്കെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഈ സ്ഥലം കേന്ദ്രത്തിന് വിട്ടുകൊടുക്കാൻ ഒരുപക്ഷെ മമതാ ബാനർജി, കാരണം അവരുടെ വോട്ട് ബാങ്കായിട്ട് നിലനിർത്തിയിട്ടുള്ള ആൾക്കാരായിരുന്നല്ലോ ഈ പറഞ്ഞ ഈ ബംഗ്ലാദേശിൽ വന്നിട്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ്. അപ്പോൾ അവരെല്ലാം ഇപ്പം തീർച്ചയായിട്ടും ഒട്ടനവധി ആൾക്കാർ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകുന്നുണ്ട്. SIR ഒക്കെ കൊണ്ടുവന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും ഒക്കെ തന്നെ വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കാരണം ഏത് രാജ്യത്ത് ആര് പോയി കഴിഞ്ഞാലും നിയമവിധേയമല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ പറഞ്ഞു വിടുക എന്നുള്ള ഏത് രാജ്യം സ്വീകരിക്കുന്ന നടപടിയാണ്. അതുതന്നെ ഇന്ത്യയും സ്വീകരിച്ചുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ മറ്റൊരു രാജ്യത്ത് ഇല്ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ നിയമം അനുസരിക്കുന്ന രീതിയിൽ നമ്മൾ അവിടെ ചെന്നെത്താതിരിക്കുക എന്ന് വെച്ചാൽ ഇല്ലീഗൽ, നമ്മൾ കള്ളവണ്ടി കയറാൻ നമ്മൾ പറയും. എന്ന് വെച്ചാൽ വിദേശ രാജ്യം പോകണമെങ്കിൽ നമുക്ക് വിസയും പാസ്പോർട്ടും ഒക്കെ വേണം. അപ്പോൾ ഇതൊന്നും പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റും പേപ്പേഴ്സൊന്നും ഇല്ലാതെ ഇല്ലീഗലായിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ അതോറിറ്റീസ്, അധികാരികൾ നമ്മളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും കുറേ കഴിഞ്ഞിട്ട് ആ രാജ്യത്തു നിന്ന് നമ്മളെ പറഞ്ഞ് ഇങ്ങോട്ട് വിടുകയൊക്കെ ചെയ്യും. ഇത് ട്രംപൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു രാജ്യം ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻറ്റിനെ അറിഞ്ഞുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഉറപ്പിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഇത്ര നാളെ 10-40 വർഷത്തിൽ കൂടുതലായിട്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് ഇവിടെ കുടിയേറി പാർത്ത് പെറ്റുവരികയും നമ്മുടെ രാജ്യത്തിന് സാമൂഹിക, സാമ്പത്തിക അല്ലെങ്കിൽ സാംസ്കാരിക ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ക്രൈം, മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടരെ തീർച്ചയായിട്ടും പറഞ്ഞു വിടുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പോൾ അതേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുള്ളൂ. അപ്പം വൻതോതിൽ ഈ പറഞ്ഞ കുടിയേറ്റക്കാരെ തിരിച്ച് അവരുടെ മാതൃരാജ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലേബർ ക്ഷാമം അനുഭവപ്പെടുന്നത്. കാരണം ഈ ഭായിമാരൊന്നും തിരിച്ചു വരുന്നില്ല. കാരണം അവരെല്ലാം നേരെ സ്ഥലം വിടുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കുടിയേറി എത്തിയവരുടെ പ്രതിഷേധങ്ങളെ, മമതാ സർക്കാരിൻ്റെ താല്പര്യക്കുറവ്, ഇവയെല്ലാം തന്നെ പദ്ധതി വൈകാൻ കാരണമായി. ഇപ്പോൾ മമതയെ അവിടുന്ന് അടിച്ചു പുറത്താക്കിയതോടുകൂടി ഈ പ്രോജക്റ്റ് വീണ്ടും വെളിച്ചം കാണാൻ തുടങ്ങിയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു പ്രോജക്റ്റ് വീണ്ടും അത് പുനർജീവിപ്പിക്കാൻ അവിടുത്തെ ഇപ്പോഴത്തെ പുതിയ സർക്കാരിന് കേന്ദ്രവുമായിട്ട് സഹകരിച്ച് കഴിയും. ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ തന്നെ വൻതോതിൽ തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് മാറുകയാണ് അല്ലെങ്കിൽ പോവുകയാണ്. നമ്മളും അവരും തമ്മിൽ ബോർഡർ, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറൊക്കെ തന്നെ കേന്ദ്രം ശക്തമായിട്ടുള്ള ഫെൻസിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും കല്ലേറും ആക്രമണമൊക്കെ തന്നെ BSF സോൾജേഴ്സിനെതിരെ അവർ നടത്തുന്ന കാഴ്ചകൾ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പദ്ധതി, നമുക്കറിയാം, ഒരു വലിയൊരു പദ്ധതി വരുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ തന്നെ അതിൻ്റെ ആയിട്ടുള്ള പ്രയോജനം ഉണ്ടാകും. തീർച്ചയായിട്ടും കുറേ ആൾക്കാർക്ക് നേരിട്ട് ജോലി കിട്ടും, അല്ലാത്ത ആൾക്കാർക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ അവസരങ്ങളൊക്കെ ലഭിക്കും. അത് ഏത് സ്ഥലത്ത് വലിയ ബിഗ് പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ വിസ്മരിച്ചുകൊണ്ടാണ് മമതാ ബാനർജിയുടെ സർക്കാർ
ഇതൊക്കെ അട്ടിമറിച്ചെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വെറും ഈ പറഞ്ഞ ഈ അനധികൃതമായിട്ട് വന്ന കുടിയേറിപ്പാർക്കുന്ന പോപ്പുലേഷനെ ഹെൽപ്പ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടി മാത്രം 1000 കോടി രൂപയാണ് ഈ പദ്ധതിക്കായിട്ട് ഇതുവരെ ONGC ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബംഗാളിൽ നിന്നുള്ള MP സമീക് ഭട്ടാചാര്യ നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കാണുകയും ഈ പറഞ്ഞ പദ്ധതി വളരെ വേഗത്തിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തു. കാരണം ഫൈനാൻസ് സീതാരാമൻ ഫൈനാൻസ് മിനിസ്റ്ററാണ്, അതിനുവേണ്ടിയുള്ള ഫണ്ടിങ് സ്പീഡപ്പ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റ് പെട്ടെന്ന് തന്നെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നാണ് പൊതുവെ നമുക്ക് റിപ്പോർട്ടുകൾ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമാവട്ടെ. കാരണം കൂടുതൽ ക്രൂഡ് ഓയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും കുറച്ച് നമുക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി, അത്രയും കുറച്ച് നമ്മുടെ ഫോറിൻ കറൻസി നമുക്ക് സ്പെൻഡ് ചെയ്താൽ മതി, അല്ലേ? പിന്നെ ബാഹ്യമായിട്ടുള്ള യുദ്ധങ്ങളും അതുപോലുള്ള ഭീഷണികളും ഒക്കെ തന്നെ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ നമുക്ക് അത്രത്തോളം നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ റിപ്പോർട്ടിനെ കുറിച്ച് തൽക്കാലം, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. മറ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.